എന്റെ പൊന്നു ഗണപതി, ഇതൊന്നും എടുത്തോട്ടെ. നായകന്റെ ഇൻട്രോഡക്ഷൻ സീനാ ഇപ്പൊ തീരും. നീ ഒന്ന് അടങ്ങടാ. നിന്റെ സാറ് പറഞ്ഞതൊക്കെ എന്റെ ബോസ് കേട്ടു. നീ എന്താ പറഞ്ഞേ? ഇത് നായകന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഇത് നായകന്റെ അല്ല, വില്ലന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഗണപതി മലയാളത്തിലെ നമ്പർ 1 പ്രൊഡ്യൂസറിന്റെ ലൊക്കേഷനിൽ കയറിയിട്ടാ നീ നിന്റെ ബോസ് അലമ്പുണ്ടാക്കണേ. സജിമോനെ, இந்த നമ്പർ 1 നമ്പർ 2 എല്ലാം പാപ്പ വിളയാട്ട്. He is the only one, the mega one. നീ ഇങ്ങനെ ഹരീഷ് കിണാറിന്റെ ഫിഗറും വെച്ച ബാലങ്കനാരിലോട്ട് പെരുമാറില്ല എന്റെ ഗണപതി. Ready, let's go for a rehearsal. Cut. ആരാവന്റെ ആണത്? ബോസ് വന്നല്ലോ. തൽക്കാലം മുങ്ങുന്നതാ ബുദ്ധി. ആനയുടെ അണ്ണാക്കിലേക്കാണോ എന്ന് കയറുന്നത്? ബഹുമാനപ്പെട്ട പ്രധാന സാറേ, നമസ്കാരം. എനിക്ക് ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാ. അതുകൊണ്ടല്ലേ പടം തീർക്കാൻ കാശില്ലാന്ന് നിങ്ങൾ വന്ന് കരയുമ്പം ഞാനിതങ്ങോട്ട് തെരഞ്ഞു തരും. പിന്നെ പണ്ട് സിനിമയിൽ ചാൻസ് തിരണ്ടി നടന്ന് കിട്ടാത്തതിന്റെ വിഷമം അങ്ങ് മൂക്കുമ്പോ ഇതുപോലെ ഒരുത്തൻ ആക്ഷൻ പറയുമ്പം ഞാൻ അതിന്റെ ഇടയെ കൂടെ കയറി അതങ്ങ് തീർക്കും. കിട്ടാനുള്ള കാശ് കിട്ടാൻ അത് ബെസ്റ്റാ. എന്റെ ആക്ഷന് കട്ടു പറയാൻ ഇവിടെ ഒരുത്തനും ആയിട്ടില്ല. എന്റെ സെറ്റിൽ കയറി ഒന്ന് അലമുണ്ടാക്കിയിട്ട് നിനക്കിനി മലയാള ഇൻഡസ്ട്രി കിടന്ന് പൊളയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ബോസേ? എന്റെ പ്രതാപ പോത്ത അലമ്പിന് ഗോൾഡ് മെഡൽ കിട്ടിയവനാ ഞാൻ. എന്നെ നീ ടൂർണമെന്റിന് ഇറക്കരുതായിരുന്നു. നീ ഇറക്കി അല്ലേ വിളിക്കണേ? പ്രതാപ് സാറേ, ഞാനും കുറെ പടമൊക്കെ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടവന്റെ കാശ് കടം വാങ്ങിച്ച് കീശയിൽ വെക്കും. എന്നിട്ട് ആ കാശ് തിരികെ ചോദിക്കുമ്പോ കാശിയിൽ പോകാൻ പറയും. നിങ്ങളുടെ അളിഞ്ഞ സ്വഭാവം ഉണ്ടല്ലോ, അത് 8 മടക്കി അങ്ങ് മടിക്കുത്തിന്റെ താഴെ വെച്ചാ മതി. ഇത് മുതല് വേറെ. ഇനി ഫോൺ എടുക്കാത്തവന്മാർക്ക് കുനിച്ചെറുതി ഇടിയ. അതാണ് ഈ കമ്പനിയുടെ പ്രത്യേകത. അതാണ് ബോസ് മാസ്ക. നീയൊക്കെ ആരായാലും ഇറങ്ങി പോടാ എന്റെ സെറ്റിൽ നിന്ന്. മലയാള സിനിമയിൽ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ കാശില്ലാതെ തെണ്ടി ഞൊണ്ടി നടന്ന നിന്നെ കയ്യിലെ കാശ് തന്ന് ഇതുപോലെ നിവർന്നു നിൽക്കാൻ ആളാക്കിയ എന്നെ നീ റാവരപ്പിച്ചു. തന്ന കാശ് തിരിച്ചു ചോദിക്കുമ്പോ ഈ ജാതി ഉടായ്പ് പഞ്ച് ഡയലോഗുമായിട്ട് വന്നാലുണ്ടല്ലോ, ഉള്ളംകാലി മുള്ളാണിയടിച്ച് നടുറോട്ടിലിട്ട് ഇലുവരപ്പിക്കും ഞാൻ. മനസ്സിലായോ? ഉനക്ക് പൊണ്ടാട്ടി കുഴന്തകളെ പാക്കണംന മര്യാദ ഞാൻ പണത്തെ തിരിപ്പി കൊടുത്തു. മവനെ കൊല ഗാണ്ടില ഇരിക്ക കൊല്ലാമ വിട മാട്ടെ. ആരാടാ ഈ പടത്തിന്റെ ഡയറക്ടർ? ഞാനാണ് സാർ. അവനെടുത്ത് വണ്ടിയിൽ ഇങ്ങോട്ട് വാടാ. ഇവന്റെ ലാസ്റ്റ് പടം. ഇങ്ങോട്ട് പോരാ. അവന്റെ തൊപ്പി, തൊപ്പിയില്ലാതെ ഡയറക്ഷൻ വരില്ല. നമ്മളെയൊക്കെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ഇയാൾ കുന്തം വിഴുങ്ങി ഇരുന്നാൽ എങ്ങനെയാ? ഞങ്ങൾ കുറച്ചു പേർക്കൂടെ സിനിമ എടുക്കണമെങ്കിൽ ഇയാളെ ഗുണ്ടകളിൽ പേടിക്കലെന്ന് വെച്ചാൽ സെക്രട്ടറി ഇതിനൊരു തീരുമാനമുണ്ടാക്കണം.
അതിന് ഇയാളെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇയാളെ മുന്നിൽ നിർത്തി കളിക്കുന്നത് മൊത്തം മറ്റവനല്ലേ? എന്റെ സെറ്റിൽ കയറി അലമ്പുണ്ടാക്കിയതിന് അവനെ പൊക്കാൻ നോക്കുമ്പോ തടസ്സം വരുന്നു മുഴുവൻ ഇയാളുടെ പേരാ. ഒന്നെങ്കിൽ താനിത് ഏറ്റു പറഞ്ഞ് ഇത് നൂരണം, അതല്ല അവന്റെ സൈഡ് നിൽക്കാനാണ് പ്ലാനെങ്കിൽ മലയാളത്തിലെ പഴയ പ്രൊഡ്യൂസറാണ്, പാവപ്പെട്ടവനാണെന്നുള്ള സെന്റിമെന്റ്സ് ഒക്കെ ഞങ്ങളങ്ങ് മറക്കും. താൻ എന്തെങ്കിലും ഒന്ന് തുള തുറന്ന് പറയടോ. ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഈ പരിപാടിയിൽ എന്തായാലും പങ്കെടുക്കണമെന്ന് പറഞ്ഞത് ബോസാ. കാശ് വാങ്ങി മുങ്ങി കിടക്കുന്നവന്മാരും ഫോൺ എടുക്കാത്തവന്മാരും ഒക്കെ ഒന്നിച്ചു കൂടുന്ന ഒരു പ്ലേസ് ഇതാന്നാ ബോസ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ മൂപ്പരോട് നേരിട്ടായിക്കോണം. നമസ്കാരം. തമ്പിച്ചായൻ ഇവിടെ ഇരിക്കുമായിരുന്നു. സാറ്റലൈറ്റ് കിട്ടിയിട്ട് എന്റെ കാശരാന്ന് പറഞ്ഞ് ശൂന്യാകാശത്തോട്ട് പോയിട്ട് ഒരു വിവരമില്ലല്ലോ. അവിടെ റേഞ്ച് കിട്ടാത്തതുകൊണ്ടായിരിക്കും എന്നെ വിളിക്കാത്തത് അല്ലേ? ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ എന്റെ കാശ് തന്നില്ലെങ്കിൽ തന്റെ ആ ഓട്ട ചാനലിൽ കയറി ഇരുന്ന് ഇന്ന് വൈകുന്നേരത്തെ 7 മണി ന്യൂസ് ഞാൻ വായിക്കും. ഞാൻ വായിച്ചറിയാവുന്നു. ആകെ അവിടെ കൈപ്പോവും. ബോസേ, മീറ്റിംഗിന്റെ ഇടയിൽ കയറി വന്ന് മാന്യന്മാരെ അപമാനിക്കരുത്. മാന്യന്മാർ ഇവിടെ എവിടുന്ന മാന്യന്മാർ? സെക്രട്ടറിയാ താനടക്കം ഇവിടെ ആരാടോ മാന്യന്മാർ? ആ അതൊക്കെ പോട്ടെ. എനിക്ക് കാശ് തരാനില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. ബോസിന് കാശ് കൊടുക്കാൻ ഇല്ലാത്ത മാന്യന്മാർ ഗെറ്റ് ഔട്ട് ഹൗസ്. ബോസേ, വെറുതെ അലമ്പുണ്ടാക്കരുത്. അലമ്പോ. സെക്രട്ടറി, ദാണ്ട് ആ ഫോണിൽ നോക്കി കുത്തിരിക്കുന്നതിന്റെ സെറ്റിലല്ലാതെ ഞാൻ വേറെ എവിടെയെങ്കിലും കയറി അലമ്പുണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. ഇവൻ ഗ്യാരണ്ടി ആയിട്ട് എഴുത്താൻ സ്ഥലം വെച്ചാൽ പോലും പലിശ ഒക്കത്തില്ല, പിന്നല്ലേ മുതൽ. എന്നിട്ട് ഞാൻ 6 മാസം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാ? നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ മാന്യത. അത് കാശ് മേടിച്ച് നക്കിയവനില്ലെങ്കിലും എനിക്കുള്ളത് കൊണ്ടാ. ഏത് മാന്യത? ഒരു പടം മേടിക്കാനുള്ള കാശ് ഞാൻ ഇവന്റെ പുറകെ നടന്ന് പെട്രോൾ അടിച്ചും ഫോൺ വിളിച്ചും കളഞ്ഞിട്ടുണ്ട്. ഈ കാശ് എങ്ങനെ മേടിക്കണമെന്ന് എനിക്കറിയാം. മിസ്റ്റർ പ്രതാപവർമ്മ തമ്പുരാൻ, ആ പുറത്ത് കിടക്കുന്ന മെഴ്സിഡസ് ബെൻസ് ആരുടെയാ? ഡ്രൈവറുടെ കയ്യിൽ നിന്ന് ആ താക്കോൽ ഞാനിങ്ങ് വാങ്ങിച്ചു. പലിശയായിട്ട് ഞങ്ങൾ അതങ്ങ് എടുക്കുക. ഞങ്ങൾക്കത് വേണം, ഞങ്ങൾക്കത് തരണം. ഒരു സെൽഫി എടുക്കട്ടെ. കാശ് തരാനുള്ള ആൾക്കാരെ ഫോട്ടോ വെച്ച് ഞങ്ങളൊരു ആൽബം സെറ്റ് ചെയ്യുന്നുണ്ട്. സാറിന്റെ ഫോട്ടോ മാത്രം ഞങ്ങളുടെ കയ്യിലില്ല, അതുകൊണ്ട് വല്ലയുടെ പൊങ്ങണ്ട. പോട്ടെ.